നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ. നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ. യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു. കൊറിന്തോസുകാർക്ക് എഴുതിയ 2 ലേഖനം 13 അധ്യായം 5 വാക്യം. നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ? വിശ്വാസത്തിൽ ജീവിക്കുന്നുണ്ടോ എന്ന് പരീക്ഷിച്ചറിയുവാൻ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശും എടുത്തുകൊണ്ട് അവൻ്റെ പിന്നാലെ ചെല്ലുവാൻ അവിടുന്ന് നമ്മെ ക്ഷണിക്കുന്നു. അനുദിന ജീവിതത്തിലെ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും സഹനങ്ങളും തെറ്റിദ്ധാരണകളും കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടലുമൊക്കെയും ഈശോയുടെ കുരിശോട് ചേർത്ത് വെച്ചുകൊണ്ട് അവിടുത്തെ അനുഗമിക്കുവാനാണ് അവിടുന്ന് നമ്മെ ഈ നോമ്പുകാലത്ത് ആഹ്വാനം ചെയ്യുന്നത്. അതെ, അതാണ് നമ്മുടെ ദൈവവിളി, അതാണ് നമ്മുടെ സമർപ്പണം. നാം ഏത് ജീവിതാന്തസ്സിലായിക്കോട്ടെ, അനുദിനം കിട്ടുന്ന അവസ്ഥകൾ, സങ്കടങ്ങൾ, പ്രയാസങ്ങൾ, എൻ്റെ മനസ്സിന് വിരോധമായിട്ട് വരുന്ന ഓരോന്നും ഈശോയുടെ പീഡാസഹനത്തോട് അവിടുത്തെ തിരുവിഷ്ടത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നാം സ്വീകരിക്കുമ്പോൾ നാമും ക്രൂശിതനോടൊപ്പമുള്ള യാത്രയിലാണ്. അത് ആനന്ദദായകമാണ്. അത് നമ്മുടെ ആത്മാവിലും ശരീരത്തിനും മനസ്സിനുമൊക്കെയും സന്തോഷവും സൗഖ്യവും പകരുന്നതാണ്. അനുദിനമുള്ള ശരീരത്തിൻ്റെയോ മനസ്സിൻ്റെയോ ആത്മാവിൻ്റെയോ ക്ലേശങ്ങളെ, സങ്കടങ്ങളെ അതിജീവിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും പ്രാപ്തരാക്കുന്നത്, ശക്തിപ്പെടുത്തുന്നത് ഈ ക്രൂശിതനോടുള്ള ഒന്നിപ്പാണ്. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: ദൈവത്തോട് ചേർന്ന് നിൽക്കുക, അവിടുന്ന് നമ്മോടും ചേർന്ന് നിൽക്കുമെന്ന്. അതെ, ദൈവത്തോട് നാം എത്രമാത്രം അനുദിന ജീവിതത്തിൽ ചേർന്ന് നിൽക്കുന്നുവോ അത്രത്തോളം തമ്പുരാൻ നമ്മളോടും ചേർന്ന് നിൽക്കും. ഒരു ചുവട് ഞാൻ എടുത്തു വയ്ക്കുമ്പോൾ 10 ചുവട് അല്ല 100 ചുവട് വെച്ച് എൻ്റെ അടുത്തേക്ക് വരുന്നവനാണ് എൻ്റെ ക്രിസ്തു. അതെ, അതുകൊണ്ട് അവിടുത്തോട് ചേർന്ന് നിൽക്കാനായി ഈ നോമ്പുകാലത്ത് നമുക്ക് പരിശ്രമിക്കാം. ആദിമ ക്രൈസ്തവര് തങ്ങളുടെ ജീവിതത്തിൽ ഈശോയ്ക്ക് ജീവിതം കൊണ്ട് സാക്ഷ്യം വഹിച്ചപ്പോൾ അവരെ ക്രിസ്ത്യാനികൾ, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരെന്ന് അവരോടൊപ്പമുള്ളവർ വിളിച്ചു പറഞ്ഞു. ഇന്ന് എന്നെ നോക്കിയാണ് ക്രിസ്ത്യാനിയാണോ അല്ലയോ എന്ന് ജനം തിരിച്ചറിയുന്നത്. എൻ്റെ ജീവിതം, എൻ്റെ വാക്ക്, എൻ്റെ സ്പർശനം, എൻ്റെ നോട്ടം, എൻ്റെ പെരുമാറ്റ രീതികൾ, എൻ്റെ ഇടപെടലുകൾ, എൻ്റെ ബന്ധങ്ങൾ ഓരോന്നും കണ്ട് നമ്മളോടൊപ്പമുള്ള ജനം വിളിച്ചു പറയുന്നുണ്ടോ ഇവളൊരു ക്രിസ്ത്യാനിയാണ് എന്ന്. അതിനുള്ള ക്ഷണമാണ് ക്രിസ്തു നമുക്ക് നൽകുന്നത്. അവിടുത്തെ അടുത്ത് അനുഗമിക്കുവാൻ, അവിടുത്തേക്ക് അടുത്തനുഗമിച്ചുകൊണ്ട് സാക്ഷ്യം വഹിക്കുവാൻ, വചനം കൊണ്ടെന്നതിനേക്കാൾ കൂടുതലായി ജീവിതം കൊണ്ട് സാക്ഷ്യം വഹിക്കുവാനാണ് യേശു നമ്മളോടിന്ന് ആവശ്യപ്പെടുന്നത്. ഈശോയുടെ കാലഘട്ടത്തിൽ അനേകം ശിഷ്യരുണ്ടായിരുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളുമൊക്കെ പ്രവർത്തിച്ച് ഈശോ മുന്നേറിയപ്പോൾ അവിടുത്തെ പിൻചെല്ലാൻ എത്രയോ ശിഷ്യ സമൂഹമായിരുന്നു. ഈ ശിഷ്യ സമൂഹത്തിൽ നിന്ന് ശ്ലീഹായിലേക്ക് ഉയരേണ്ടവരാണ് നാം ഓരോരുത്തരും. അപ്പസ്തോലന്മാര്, ശ്ലീഹന്മാര് വളരെ കുറച്ചു പേരെ ഉണ്ടായിരുന്നുള്ളൂ. ശിഷ്യ സമൂഹം അനേകരുണ്ടായിരുന്നു. ഈശോയുടെ പീഡാസഹനങ്ങളുടെ സമയങ്ങളിൽ അവര് കടന്നു പോകുന്നു. ശിഷ്യനിൽ നിന്ന് ശിഷ്യത്വത്തിലേക്ക് നമുക്ക് വളരാം. ഇതിനാണ് ഈശോ നമ്മെ ക്ഷണിക്കുന്നത്. അതെ, അപ്പസ്തോലനാകാൻ. അത് അധികം പേരൊന്നും ഉണ്ടാവുകയില്ല, വളരെ കുറച്ചു പേരെ ഉണ്ടാവുകയുള്ളൂ. ഈശോയെ അടുത്തനുഗമിക്കുവാൻ, ഈശോയുടെ കാലടികളെ അനുദിനവും അനുനിമിഷവും പിൻചെല്ലുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഈ നോമ്പുകാലം അതിനായി നമ്മെ പ്രത്യേകമായി ഒരുക്കട്ടെ. ഈശോയോട് ചേർന്ന് നിന്ന്, അവിടുത്തോട് ഒട്ടിച്ചേർന്ന് നിന്ന് അവിടുത്തെ അനുഗമിക്കുവാൻ. അതിനായി കൂടുതലായി ഈ നാളുകളിൽ
നമുക്ക് വചനം വായിക്കാം. വചനം വായിക്കുമ്പോൾ ക്രിസ്തുവിനെ നാം കൂടുതലായി അറിയുന്നു. ഈ അറിഞ്ഞ ക്രിസ്തുവിനെയാണ് നമുക്ക് കൂടുതൽ ആ മനസ്സിൽ ധ്യാനിച്ച് അവിടുത്തോട് കൂടുതലായി ഒരു സ്നേഹത്തിൻ്റെ ഒരു വലിയ വീർപ്പുമുട്ടിലേക്ക്, ക്രിസ്തുവിനോടുള്ള ഒരു പ്രണയത്തിലേക്ക് നാം കടന്നു വരുന്നത്. ആ പ്രണയമാണ് ക്രിസ്തുവിനെ അനുഭവിക്കുവാൻ നമ്മെ പ്രാപ്തമാക്കുന്നത്. ഈ നോമ്പുകാലം ക്രിസ്തുവിൻ്റെ വചനം വായിച്ച് ധ്യാനിച്ച് അവിടുത്തെ പ്രണയിച്ച് അവിടുത്തെ അനുഭവിക്കുന്നവരും ആ അനുഭവിച്ച ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുന്നവരുമായിട്ട് മാറാൻ നമ്മെ ഓരോരുത്തരെയും ദൈവം പ്രത്യേകമായി അനുഗ്രഹിക്കട്ടെ.